Hey guys, this is Charlie Bob. Welcome back to another vlog. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ എം ടെക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാനാണ്. ഇപ്പോൾ എം ടെക് ആൻഡ് ബി ടെക് തമ്മിലുള്ള ഡിഫറൻസ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എം ടെക് എടുത്ത സ്റ്റുഡൻസിന്റെ കമന്റ്സ് കണ്ടിരുന്നു. ബാക്കി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കൂടെ പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് DTKerala.government.in എന്നുള്ള ആ ഒരു സൈറ്റിൽ കയറിയിട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു സമയം എൻഡ് ആയിട്ടുണ്ട്. ഇപ്പോ ജൂൺ 1 അതായത് ഇന്ന് അത് മോഡിഫൈ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പം അത് മേ ബി എക്സ്റ്റെൻഡ് ആവാം, കാരണം നേരത്തെ കുറെ ഡേറ്റ്സ് തന്നിരുന്നു. അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയാണ് ജൂൺ 1 വരെ വന്നിരിക്കുന്നത്. അപ്പൊ ആ മോഡിഫിക്കേഷൻ ടൈം എന്നുള്ളത് മേ ബി എക്സ്റ്റെൻഡ് ആവാം. എന്നാലും ആപ്ലിക്കേഷൻ കൊടുത്തവർ റെഗുലറായിട്ട് ആ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആ സൈറ്റിൽ കയറുമ്പം എം ടെക് 2025 എന്നുള്ള ഒരു പോർഷൻ കാണാൻ പറ്റും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം. അപ്പം അതിൽ നമുക്ക് കയറി നോക്കിയാൽ ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതായത് അതിന്റെ അലോട്ട്മെന്റ്, റാങ്കിങ് അതെല്ലാം എപ്പോഴാണ് വരുന്നതെന്നുള്ളതിന്റെ ഒരു കറണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, ഗേറ്റ് ഉള്ളവർക്കായിരിക്കും എം ടെക്കിൽ പ്രയോറിറ്റി കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് ഗേറ്റ് ഇല്ലാത്തവരെ നോക്കത്തുള്ളൂ. പിന്നെ ഇപ്പം തീർന്നു എന്ന് പറഞ്ഞത് ബാക്കി കോളേജസിൽ IIT-യിലൊക്കെ ഓൾമോസ്റ്റ് അത് ആപ്ലിക്കേഷൻ എല്ലാം തീർന്നു. പിന്നെ ഇപ്പൊ NIT-യിൽ ജൂൺ 3 വരെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് കോളേജസ് ലൈക്ക് അമൃതയിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എം ടെക്കിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. അത് അങ്ങനെയാണ് നമ്മൾ ബി ടെക്കിന് ശേഷം എം ടെക് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഞാൻ എന്റെ സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒന്ന് കയറി നോക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.